കണ്ണൂരിലെ മനോഹരമായ ഒരു സ്ഥലമാണ് മയ്യിൽ. ആ മയ്യില് നല്ല അടിപൊളി റെസിഡൻഷ്യൽ പ്ലോട്ട് നോക്കുന്നവർക്ക് വേണ്ടിയിട്ട് കിട്ടിലൻ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ട്. 15 സെന്റ് സ്ഥലമാണ് ടോട്ടലി അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത്. എന്റെ പിറകിൽ കാണുന്ന ലെവൽ പ്ലോട്ടാണ് കേട്ടോ. ചുറ്റും മതിലൊക്കെ കെട്ടി അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 2 പ്ലോട്ടായിട്ടും സെല്ലർ സെല് ചെയ്യുന്നതായിരിക്കും. ഒരു സെന്റിന്റെ പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 ലക്ഷം രൂപയാണ് സെല്ലർ ആസ്ക് ചെയ്യണത്. ഖദർപീടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. 1 കിലോമീറ്റർ ആണ് നമ്മുടെ മയിൽ ടൗണിലേക്കുള്ള ദൂരപരിധി പറയുന്നത് കേട്ടോ. ലെവൽ പ്ലോട്ട്, മനോഹരമായ പ്ലോട്ട്, ഇലക്ട്രിസിറ്റി, റോഡ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാണാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ കണ്ണൂർ ടു മയിൽ പോകുന്ന മെയിൻ റൂട്ടാണ് കേട്ടോ. കറക്റ്റ് പറയുകയാണെങ്കിൽ പ്രോപ്പർ ഖദർപീടിക എന്ന് പറഞ്ഞ സ്റ്റോപ്പാണ്. ഈ സ്റ്റോപ്പിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ മയിൽ ടൗണിലേക്കുള്ള ദൂരപരിധി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തു നിന്ന് നമുക്ക് ഈ കാണുന്ന 3 മീറ്റർ വഴിയിലൂടെ ഒരു 100 മീറ്റർ പോയി കഴിഞ്ഞാൽ എത്തുന്ന മനോഹരമായ ഏരിയ അല്ലെങ്കിൽ പ്ലോട്ടാണ് നമുക്കിന്ന് സെയിലിന് വന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. കോമ്പൗണ്ട് വാള് കാര്യങ്ങളൊക്കെ കെട്ടി നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. 15 സെന്റ് ആണ് പ്രോപ്പർട്ടി വരുന്നത് ടോട്ടലി. ഇലക്ട്രിസിറ്റി, വഴി സൗകര്യം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നല്ലൊരു മനോഹരമായ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ മാറിയിട്ട് അതിമനോഹരമായ അടിപൊളി ഒരു റെസിഡൻഷ്യൽ പ്ലോട്ട് രണ്ടായിട്ട് ഇവര് തിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒറ്റ പ്ലോട്ടായിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. ജസ്റ്റ് 150 മീറ്റർ പ്രൈവറ്റ് റോഡാണ് നമ്മുടെ മെയിൻ റോഡിൽ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ളത് കേട്ടോ. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് നോക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ പ്രോപ്പർട്ടീസ് ആർക്കെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതും നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്ത് അറിയിക്കട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ.